ഫാബ്രിക് നല്ല സോഫ്റ്റ് സെമി ടെസ് സിൽക്ക് ആണ്. നല്ല പാറ്റേണിൽ പേൾ ക്രീമിലാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ഓർണമെന്റായിട്ട് ഡ്രേപ്പ് ചെയ്യും, അതല്ലാതെ എടുക്കാവുന്ന നല്ല സാരിയാണ്. ആ ഒരു ഡിസൈൻസ് ഒരു ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വർക്കിലാണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ ബോർഡർ വരുമ്പോഴും അതേ ചെയിൻ സ്റ്റിച്ച് വർക്കും അതിൽ സ്മോൾ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. ബോർഡറിന്റെ എഡ്ജിൽ വരുമ്പോൾ ഫുൾ സാരി ഈ ഒരു ലുക്കിലാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരി ആട്ടോ. ഇതായിരിക്കും ഫുൾ ആ ഒരു പാറ്റേൺ വരിക. ഫ്ലോറൽ ഡിസൈൻസ് കംപ്ലീറ്റ് വരുന്നുണ്ട്. പല്ല് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. അതിലാണ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പേൾ ക്രീമിന്റെ ത്രെഡ് വെച്ചിട്ടായിരിക്കും ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക്. ആ ഒരു എഡ്ജിൽ വരുമ്പോൾ ചെയിൻ സ്റ്റിച്ച് വർക്ക് വന്നിട്ട് അതിലൊരു സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പല്ല് കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരും. ആ ഒരു പേൾ ക്രീം ബേസിൽ നല്ല മൾട്ടി കളറിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സാരിയിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സാരിക്ക് ബ്ലൗസ് വരുന്നത് ഈ ഒരു പേൾ ക്രീമിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. ഫാബ്രിക് സെയിം തന്നെ, ആ കളർ പാലറ്റ് സെയിം തന്നെ, എല്ലാം പേൾ ക്രീമിൽ തന്നെ സോഫ്റ്റ് സെമി ടെസർ തന്നെയാണ്. ആ ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേണിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. അതേ ആ ഒരു ബ്രഷ് സ്ട്രോക്ക് പാറ്റേണിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ചെയിൻ സ്റ്റിച്ചിൽ തന്നെയായിരിക്കും ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഡിസൈൻ ആണ്. ഇത് വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ഇതാണ് ആ ഒരു പല്ലുവിന്റെ പാറ്റേൺ ഇങ്ങനെ വരും. ബോർഡറിൽ വരുമ്പോൾ അതേ ഒരു സ്വീക്വൻസ് വർക്കും ചെയിൻ സ്റ്റിച്ചിലും ആയിരിക്കും ബോർഡർ വരുന്നത്. ഇതിനും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ ആ ഒരു സ്ലീവിൽ വരുമ്പം ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് സ്ലീവിന് ആ ഒരു ബ്ലൗസിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇങ്ങനെ വരും. ബ്ലൗസിന്റെ ആ ഒരു ബാക്ക് സൈഡ് വരുമ്പോൾ രണ്ട് സ്ലീവും അങ്ങനെ വരും. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാണുമല്ലോ പേൾ ക്രീമിലെ ബ്ലൗസോ അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസോ നമുക്ക് ആ ഒരു സിംഗിൾ കളറിൽ പെയർ ചെയ്യാൻ പറ്റും. ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്, പേൾ ക്രീം തന്നെ വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആണ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ ബോഡി വന്നിട്ട് അതേ ചെയിൻ സ്റ്റിച്ചിട്ട് തന്നെയായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഇതിന്റെ പല്ലു വരുമ്പോഴും ഡിസൈനും മാറിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും. മുന്താണി കംപ്ലീറ്റ് ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണും ആ ഒരു സ്വീഗൻസ് വർക്കിലാണ് സാരിയുടെ പല്ലു വരുന്നത്. നല്ല ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബ്ലൗസ് വരുന്ന ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതാണ് പാറ്റേൺ വരിക. നെക്സ്റ്റ് ഡിസൈൻ ആട്ടോ. ഇതും ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതൊരു പേർപ്പിൾ ആണോ സാരിയുടെ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. പേർപ്പിളിലായിരിക്കും ബോർഡർ വന്നിട്ട് ഫുൾ ചെയിൻ സ്റ്റിച്ചിലാണ് ഫുൾ വർക്ക് വരുന്നത്. ഇത് നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലാണ്. സാരിയുടെ പല്ലുവിൽ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടാണ് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ചെയിൻ സ്റ്റിച്ചും വാട്ടർഗോൾഡ് സ്വീക്വൻസ് വർക്കിലായിരിക്കും മുന്താണി ഫുൾ വരുന്നത്. നമുക്കൊരു ഓർണമെന്റായിട്ട് ഡ്രേപ്പ് ചെയ്യാം, അതല്ലാതെ നമുക്ക് കൊടുക്കാവുന്ന സാരിയാണ്. വർക്ക് വെയറായിട്ടല്ലേ യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഇതാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൽ അതേ വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻ ഒരു മെറൂൺ പേർപ്പിൾ ആ ഒരു കോമ്പിനേഷനിലാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫുൾ ബോഡിയിലും അതേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് വർക്കും വാട്ടർഗോൾഡ് സ്വീക്വൻസ് വർക്കിൽ തന്നെയാണ്. ഇതിന്റെ പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ജോമെട്രിക്കൽ ഡിസൈൻസിലും ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. സോഫ്റ്റ് ആ ഒരു സെമി ടെസ് സിൽക്കിൽ പേൾ ക്രീമിൽ തന്നെ ഫുൾ ബോഡി വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബോഡിയിൽ ഫുൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. പല്ലു എല്ലാ സാരീസും ആ ചെയിൻ സ്റ്റിച്ച് വർക്കിൽ വാട്ടർഗോൾഡ് സ്വീക്വൻസ് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. അതേ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക. നെക്സ്റ്റ് സാരി ആ പേൾ ക്രീം തന്നെ, കേരള ക്രീം തന്നെ സാരി വന്നിരിക്കുന്നത്. വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ്. ഇതിൽ ഈ ഒരു യെല്ലോ ബ്ലൗസ്, മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ് ഒക്കെ ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. നല്ല വർക്കിലുമാണ് സാരി വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് വർക്കാണ് സാരി വന്നിരിക്കുന്നത്. സിമ്പിൾ ബോർഡറാണ്. അപ്പോഷൻ വരുന്ന സിമ്പിൾ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. അതൊരു ബ്രൗണിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഒരു ഡാർക്ക് മസ്റ്റേർഡ് യെല്ലോ ബ്രൗൺ ആ ഒരു ടോണിൽ ഫ്ലോറൽ ഡിസൈൻസും ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ഈ ഒരു കളറിലെ ബ്ലൗസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അതേ അപ്പർ ബോർഡറിൽ തന്നെയുള്ള ഒരു ജെറി വുവൺ സ്റ്റൈലില് ത്രെഡ് വീവിലും ജെറിയിലുമാണ് ആ ബോർഡർ വരുന്നത്. ഡബിൾ ബോർഡർ സ്റ്റൈലിലായിരിക്കും ലോവർ ഏരിയ വരിക. ഇതായിരിക്കും പാറ്റേൺ വരിക. നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. ഈ ഒരു യെല്ലോ ബ്ലൗസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി. ബ്ലൗസ് വരുന്നത് പേൾ ക്രീമിൽ പ്ലെയിൻ വന്നിട്ട് അതേ ബോർഡർ ആ ഒരു ത്രെഡ് വീവിലും ജെറിയിലുള്ള ബോർഡറാണ് അപ്പർ പോർഷനിൽ വരുന്നത്. മുകൾ ഭാഗത്ത് വരുന്ന ബോർഡർ കണ്ടല്ലോ, ഈ ഒരു ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരിക. ഡിഫറെന്റ് ലുക്കിലാണ് ഓരോ സാരിയിലും ഒരു വർക്ക് വരുന്നത്. ഇത് വരുന്ന നല്ലൊരു വെർലി ഡിസൈനിലാണ്. അതും നല്ല മൾട്ടി കളറിലുള്ള വെർലി പാറ്റേണിലാണ്. ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സെയിം സ്റ്റൈൽ അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ഫുൾ ആ ഒരു ബോഡി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ. ഇതൊരു ഒരു ബനാറസി സ്റ്റൈലിലുള്ള ജെറി വുവൺ പാറ്റേണിലാണ് അപ്പർ ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ വെർലി ഡിസൈൻസിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ ആണ്.
ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. പേൾ ക്രീം ബ്ലൗസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. റെഡ്, ഗ്രീൻ, നല്ലൊരു കോപ്പറിഷ് ബ്രൗൺ ആ ഒരു ടോണിലാണ് വർലി ഡിസൈൻസിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഡബിൾ സൈഡും ആ ഒരു ആന്റിക് സെറി ബനാറസിയിലുള്ള ആ ഒരു പാറ്റേണിലുള്ള ബോർഡറാണ് വരുന്നത്. എൻ്റയർ ബോഡി സെയിം സ്റ്റൈൽ, സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് ആ ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് കളറിലാണ്, പേസ്റ്റൽ കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതിന്റെ തന്നെ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ, പീച്ച്, ബേബി പിങ്ക്, പേസ്റ്റൽ ഒരു ടീൽ ഗ്രീൻ ആ ഒരു ടോണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോഡിയിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഫുൾ ബോഡി ഇതേ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഒരു ബേസ് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ ഇതാണ് പാറ്റേൺ. നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതാണ് ആ ഇന്ന പോർഷൻ ഇങ്ങനെ വരും. സാരിയുടെ അകവശമാണ് ഈ കാണിക്കുന്നത്. ഫുൾ അതേ വർക്ക് തന്നെയാണ് വരുന്നത് സാരിക്ക്. ജെറിയിലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ടായിരിക്കും ലോവർ ഏരിയയിൽ ഒരു ഡബിൾ ബോർഡർ സ്റ്റൈലിലായിരിക്കും സാരിയിലെ ലോവർ പോർഷൻ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ ലൈൻസിൽ തന്നെ ആയിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. പേൾ ക്രീം തന്നെയാണ്. പേൾ ക്രീം വിത്ത് ആ ഒരു പിങ്ക് ആണ് സാരിയുടെ കോമൺ, ഡാർക്ക് പിങ്ക് ആണ് വരുന്നത്. ടെമ്പിൾ ഡിസൈനിലുള്ള സിമ്പിൾ ബോർഡർ. ഇതിന്റെ ആ ഒരു ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ലോവർ ബോർഡർ വരുമ്പോൾ നല്ലൊരു തിക്കായിട്ട് നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, ലൈൻസിലാണ് സാരിയുടെ മുന്താണി. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ പല്ലു, ഇത് വരുന്നത് ബ്ലൗസ് ആണ്. പേൾ ക്രീമിലായിരുന്നു സാരീസ് വന്നത്. ഡിഫറെന്റ് പാറ്റേണിലായിരുന്നു ഓരോ സാരിയിലും ആ ഒരു മൂവർ ഡിസൈൻസ് വന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നല്ലൊരു വേവി ഡിസൈനിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. മസ്റ്റേർഡ് യെല്ലോ വിത്ത് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ. ബേസ് കളർ വരുന്നത് അതേ പേൾ ക്രീം. ആ ഒരു കോഫി ബ്രൗണിലാണ് ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിയിൽ. വർലി ഡിസൈനിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ വിത്ത് ബ്രൗണിലാണ് വർലി ഡിസൈനിലുള്ള പാറ്റേൺസ് വന്നിട്ട് ഇതായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കോഫി ബ്രൗൺ നല്ലൊരു വേവി പാറ്റേണിൽ ആ ഒരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീനിൽ തന്നെ ബ്രൗണിൽ തന്നെയാണ് ലോവർ ബോർഡർ വരിക. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഗോൾഡൻ സെറി വിത്ത് കോഫി ബ്രൗണിലാണ് ത്രെഡ് വീവിലാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. സെയിം സ്റ്റൈൽ ബോഡി, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആ ഒരു ഗോൾഡൻ സെറി ലൈൻസിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണി, പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു പേസ്റ്റൽ കളർ പാലറ്റിലാണ് നെക്സ്റ്റ് സാരി. ഇതൊരു ബ്ലെൻഡഡ് ടോൺ ആണ്. ഒരു ബേജ് വന്നിട്ടുണ്ട്, ചിക്കു വന്നിട്ടുണ്ട്, ഒരു ആന്റി ഗോൾഡ് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബേജ് ബ്ലെൻഡഡ് ചിക്കു എന്ന് പറയാം നമുക്ക് ഈ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ആ ഒരു ബേർഡ് മോട്ടീവ്സിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരിയിൽ. ഫാബ്രിക് സെയിം തന്നെ, സോഫ്റ്റ് പ്യുവർ ലിനൻ സിൽക്ക് ആണ്. സിൽക്ക് ലിനൻ ആണ് സാരിയുടെ മെറ്റീരിയൽ. ആ ഒരു റിബൺ ബോർഡർ, സിമ്പിൾ റിബൺ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതേ പാറ്റേണിൽ ഇന്നർ വീവിംഗ് സ്റ്റൈലുള്ള സ്വീക്കൻസ് വർക്കിൽ മസ്ലിൻ ആ ഒരു ഓർഗൻസ ഫാബ്രിക്കിലുള്ള മുന്താണി, ഫ്ലോറൽ ഡിസൈൻസിലാണ് പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. ഇതേ സ്റ്റൈലിൽ തന്നെ. അതിന്റെ ഫസ്റ്റ് സാരിക്ക് വരുമ്പോൾ ഒരു പിങ്കിലായിരുന്നു ബ്ലൗസ് വരുന്നത്. സെക്കൻഡിൽ വരുമ്പോൾ ഗോൾഡൻ ബേജിലാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഓണമെറ്റാറായിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു എലഗന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യുന്ന പാർട്ടി വെയർ സാരിയാണ്. കാരണം ഇത് ഓണം ആ ഒരു കളർ തീമിൽ വരുന്നതാണ്. ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ആ ഒരു കേരള ക്രീമും ആണ് സാരിയുടെ ബോഡി വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു ലാവൻഡർ, ബേബി പിങ്ക്, കാക്ടസ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് എൻറ്റയർ ബോഡിയിലും വരുന്നുണ്ട് സാരി വിത്ത് സിമ്പിൾ ബോർഡർ. ഒരു ബാവഞ്ചി സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ത്രൂ ഔട്ട് ദ സാരി ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ വരും. ആ ഒരു ടെസർ ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസർ ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. സിമ്പിൾ ബോർഡർ, ആ ഒരു ഗീച്ച വുവൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലു. ആ ഒരു വുവൺ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വന്നിട്ട് ഈ ഒരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. നമ്മൾ ആ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരിക. ഈ ഒരു പാറ്റേണിലാണ് വരും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സാരി. ബ്ലൗസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ആ ഒരു ലൈൻസ് ആണ്. ആ ഒരു മാറ്റ് ഗോൾഡിലുള്ള തിൻ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതും നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഫാബ്രിക് സെയിം തന്നെ. ഇതിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്. ഇതിൽ ഒരു മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിലൊരു ഡീപ് കോഫി ബ്രൗണിലാണ് ആ ഒരു ജാൽ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വരുന്ന സാരിയിൽ. ബോർഡർ വരുന്ന സിമ്പിൾ ബോർഡർ. അതെ, ആ ജൂട്ട് വീവില്, ഗീച്ച വീവിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഇതാണ് ഫുൾ ബോഡി വരുന്ന ഈ ഒരു ലുക്കിലായിരിക്കും. തിൻ ലൈൻസ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിൽ വിത്ത് ബോർഡർ ആണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. സെയിം കാന്ത സ്റ്റിച്ച് തന്നെയാണ് വരുന്നത്. കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു അക്വാ ഗ്രീൻ ആണ്. ഓഷ്യൻ ഗ്രീനും പേൾ ക്രീമും കൂടെയുള്ള കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ,
ഫുൾ അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. രണ്ട് കോർണറിലും കാന്ത സ്റ്റിച്ച്, വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക്, സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ആയിരിക്കും കേട്ടോ സാരിയുടെ മുന്താണിയും വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെയാണ്. നല്ല സോഫ്റ്റ് കളർ, ഒരു അക്വാ ഗ്രീൻ വിത്ത് പേൾ ക്രീം. അതേ സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ ആയിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ പേൾ ക്രീം വിത്ത് ലാവൻഡർ, സെയിം സ്റ്റൈൽ ഫ്ലോറൽ ഡിസൈൻസ്, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേൾ ക്രീം വിത്ത് ലാവൻഡർ, ഒരു ലൈലാക്ക് ബ്ലെൻഡ് ലാവൻഡർ ആണ് സാരി വന്നിരിക്കുന്നത്. ബോർഡർ അതേ പാറ്റേൺ തന്നെ കേട്ടോ, ഗോൾഡൻ സെറി ആൻഡ് ലൈലാക്കിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴും അതേ ആ ഒരു ലൈലാക്ക് ടോണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെയാണ് നെക്സ്റ്റ് സാരിയും വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പേൾ ക്രീമിൽ നല്ലൊരു ടൊമാറ്റോ റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ ഡബിൾ ലൈൻ പാറ്റേണിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ബോഡി ടൊമാറ്റോ റെഡിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്, മൽചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ ചെക്കേർഡ് പാറ്റേൺ ആട്ടോ, സ്മോൾ ചെക്ക് വീവ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഒരു ഗോൾഡൻ സെറിയിലുള്ള ചെക്ക് പാറ്റേൺസ് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ, അതിലൊരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരുന്നത്. റെഡ് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ആപ്റ്റ്. ഇതിന്റെ കൂടെ വരുന്നതും നല്ല ബ്ലൗസ് തന്നെയാണ്. ഇതാണ് ആ ഒരു പാറ്റേൺ വരുന്നത്, സ്മോൾ ചെക്ക് പാറ്റേണിൽ വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി ആ ഒരു റെഡിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതേ ടോണിൽ തന്നെയാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ആ ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്ലോസി ഫീലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീമിൽ അക്വാ ഗ്രീൻ ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് സിമ്പിൾ ആ ഒരു 1 ഇഞ്ച് ബോർഡർ സെറിയിൽ വരുന്നുണ്ട്. ഫുൾ അക്വാ ഗ്രീനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലാണ്, ഫ്ലോറൽ ജാൽ ഡിസൈൻസിൽ വന്നിട്ട് ജൂട്ട് വൂവൺ പാറ്റേണിലുള്ള ഷോർട്ട് മുന്താണി, ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെയാണ്, പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. ഇത് സ്മോൾ ഒരു ഫൈൻ ചെക്ക് പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ചെക്ക് വീവ് വന്നിട്ട് സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ചെക്ക് ഡിസൈൻസ് വരുന്നത്. പേൾ ക്രീം ടോണിൽ തന്നെ നല്ലൊരു പാറ്റേണിലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോർഡർ. പല്ലു ജൂട്ട് വീവിലാണ്, ആ ഗോൾഡൻ സെറി ലൈൻസും ജൂട്ട് വൂവൺ പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. നല്ല ഫാബ്രിക് ആട്ടോ, ആ ഒരു പ്യോർ ടെസറിന്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ വരുന്ന സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ബ്ലൗസ് വരുന്നതും ഈ ഒരു ലുക്കിലായിരിക്കും, ആ ഒരു ലൈൻ പാറ്റേണിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും പേൾ ക്രീം തന്നെയാണ്. ഇത് ബോഡി പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ വന്നിട്ട് നല്ല പാറ്റേണിൽ സാരിയിലെ ഒരു സിമ്പിൾ ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. ഈ ഒരു പാറ്റേൺ വന്നിട്ട് അതേ ലൈൻ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയും വരുന്നത്. സാരി ഫ്ലാഷി അല്ല കേട്ടോ, മാറ്റ് ഫീലാണ് സാരി വരുന്നത്. നമ്മൾ ഔട്ട്ഡോർ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഫ്ലാഷ് ആയിട്ട് തോന്നുന്നു. മാറ്റ് ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ മെറ്റീരിയൽ വരിക. അതേ ലൈൻ പാറ്റേൺ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള നല്ല പാറ്റേണിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത് പെൻസിൽ ഗ്രേ ആണ്, പേൾ ക്രീം വിത്ത് പെൻസിൽ ഗ്രേ. സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. നല്ലൊരു ഗ്രേ ബ്ലാക്ക് ബേസ് ടോണിലാണ് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. പല്ലുവിൽ വരുമ്പോൾ മോട്ടോഗോൾ സ്വീക്കൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് സാരിയുടെ മുന്താണി. ഗ്രേ വിത്ത് വൈറ്റ് ക്രീമിലാണ് റണ്ണിങ് ബ്ലൗസ്. ബോഡി അതേ പേൾ ക്രീമിൽ തന്നെ ചെക്ക് പാറ്റേണിൽ തന്നെയാണ് ബോഡി വരുന്നത് കേട്ടോ. ആ ഒരു കരയുടെ ഭാഗം, ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് മാത്രമേ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിന് റെഡ് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ഭംഗി. റെഡിലാണ് ആ ഒരു ബോർഡർ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. പല്ലു സെയിം സ്റ്റൈൽ, ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ആ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലെ ലൈൻസിലാണ് ഒരു റെഡ് ടോണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമ്മുടെ കയ്യിൽ ഇക്കത്ത് ബ്ലൗസും പ്രിന്റഡ് ബ്ലൗസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. റെഡ് ബ്ലൗസ് ആണ് ആപ്റ്റ് ആയിട്ട് വരിക. അതല്ല പേൾ ക്രീമും ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പം വളരെ സോഫ്റ്റ് ആയിരിക്കും സാരി വരുന്നത്. ഈ റെഡ് ബ്ലൗസ് ആകുമ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വരും സാരി. ഇനി അതിന്റെ തന്നെ കളേഴ്സ്. ഇത് വരുന്നത് റെഡ്, ആ ഫൈൻ ചെക്സ് തന്നെയായിരിക്കും ബോഡി വരിക. റെഡിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബോഡി കളർ സെയിം തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ആ ഒരു ബ്രൊക്കേഡ് ബീവിൽ തന്നെ ഡബിൾ സൈഡിലും ബ്രൗണിലായിരിക്കും ആ ഒരു ആന്റിക് ബനാറസി ആ ഒരു സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിലാണ് സാരി. ആ ഒരു ബ്രൗൺ ടോണിൽ തന്നെ ബ്രൊക്കേഡ് പല്ലു. സെയിം അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസും വരുന്നത്. ഫാബ്രിക് സെയിം തന്നെയാണ്. അതിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്. ഡിഫറെന്റ് കളർ പാറ്റേണിലും ഡിഫറെന്റ് ഡിസൈനിലും ആണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബോർഡർ സെയിം തന്നെ, അതേ ആ ഒരു മാറ്റ് സിൽവറിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് ഇതിൽ മസ്റ്റേർഡ് യെല്ലോയിലും ഡീപ്പസ്റ്റ് ബ്രൗണിലും ആണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. ചില്ലി റെഡ് ആൻഡ് ഗ്രീനിലാണ് ആ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക്. റെഡ് ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു ഗ്രീനും നല്ലതായിരിക്കും. ഒരു പാരറ്റ് ഗ്രീൻ ആൻഡ് ചില്ലി റെഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ബുട്ടി വർക്കും. മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഡീപ്പസ്റ്റ് ബ്രൗണിലാണ് വർക്ക് വരുന്നത്. മാറ്റ് സിൽവർ ബോർഡർ.
ഗോൾഡൻ സെറിയിൽ തന്നെയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഫുൾ സാരി ഇതേ പാറ്റേണിൽ തന്നെ വരുന്നത്. നല്ല ഫാബ്രിക്കാണ്, സോഫ്റ്റ് ടിഷ്യൂ വിത്ത് ആ ഒരു കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ വലിയ സ്റ്റിഫ്നെസ് ഒന്നുമില്ല, നല്ല ഒതുങ്ങിയിരിക്കുന്ന ഫാബ്രിക്കാണ്. സെറി വുവൻ സ്റ്റൈലുള്ള ഗോൾഡൻ സ്ട്രൈപ്പ് ഡിസൈൻസ് മുന്താണി. സെയിം അതേ പാറ്റേണിൽ തന്നെ തിൻ ലൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഓണം സാരീസ് ആയിരുന്നു. ഓണം കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരി ആട്ടോ. ഇത് ലാസ്റ്റ് സാരിയാണ്. ഇത് വരുന്നത് നല്ലൊരു ഡയമണ്ട് പാറ്റേണിലാണ് സാരിയിൽ. ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് റെഡ് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ആ ഒരു ബുട്ടി വർക്ക് വരുന്നത് സാരിക്ക്, വിത്ത് മാറ്റ് സിൽവർ ബോർഡർ. ഇതാണ് പാറ്റേൺ. എംബ്രോയിഡറി വർക്ക് വരുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും. ഞാൻ ആ ഇന്നപ്പാട്ട് കാണിക്കാം. ഇതായിരിക്കും ആ റിവേഴ്സ് സൈഡ് വരുന്നത്. എന്താണ് ഈ സെയിം പാറ്റേൺ തന്നെയാണ്, അതേ ലൈൻസിൽ ഗോൾഡൻ സെറി വുവൻ ലൈൻ പാറ്റേണിലുള്ള ടിഷ്യൂ വീവിലാണ് സാരിയുടെ പല്ലു. ആ ഒരു സിൽവർ വിത്ത് മാറ്റില് ആ ഒരു തിൻ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിയുടെ. ആപ്ലിക് വർക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. ലിനൻ ആയിരുന്നു എല്ലാ സാരീസിനും ഫാബ്രിക് വന്ന കേട്ടോ. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു ഡിസൈൻ ആപ്ലിക് വർക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആപ്ലിക് വർക്ക് വരിക. നല്ലൊരു മൾട്ടി കളറിൽ തന്നെയാട്ടോ വരുന്നത്. ഒരു പീച്ച്, പേർപ്പിൾ, വയലറ്റ്, ബർഗണ്ടി, ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലാണ് ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും ഡബിൾ സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നത്. മുന്താണി ബ്ലൗസ് വരുന്നത് ഗ്രീനിലാണ്. അടുത്ത കളർ ആ നല്ലൊരു കേരള ക്രീമിൽ തന്നെ ഗ്രീൻ ആണ് സാരി വരുന്നത്. നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ ബോഡി ആ ഒരു ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. എന്താണ് ഇതിനും ഗ്രീൻ ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്. സാരിയുടെ കൂടെ എല്ലാ സാരിക്കും അതേ ടോണിൽ തന്നെ ആ ഒരു പ്ലെയിൻ ക്രീം വന്നിട്ട് വിത്ത് ബോർഡർ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പെൻസിൽ ഗ്രേയിലുള്ള ഇക്കത്ത് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇത് ഗ്രേ ആണ് കോമ്പിനേഷൻ. പെൻസിൽ ഗ്രേ വിത്ത് പേൾ ക്രീം ആണ് കോമ്പിനേഷൻ. സെയിം ആ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ സാരി വരുന്നുണ്ട്. റണ്ണിങ് ആണ് ആ ഒരു മുന്താണിയും ബ്ലൗസും വരുന്നത്. ഈ സാരി നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചൊരു ഫ്ലാഷി ആയിട്ട് തോന്നും, ഗ്ലോസി ആയിട്ട് തോന്നും. അത്രയ്ക്ക് ഗ്ലോസി അല്ല സാരി കേട്ടോ. നെക്സ്റ്റ് കട്ട് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു രാമ ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയാണ് സാരിയുടെ ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേൺ വരിക. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും മുന്താണി, ബ്ലൗസ്. എല്ലാം നല്ല നല്ല ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എല്ലാ ഡിസൈൻസും നല്ല നല്ല ഡിസൈൻസ് ആണ്. ഇത് വരുന്നതും സ്ട്രൈപ്പ് ഡിസൈൻസ് തന്നെയാണ്. ഫുൾ ബോഡിയിലും ലൈൻസ് ആണ് സ്ട്രൈപ്പ് പാറ്റേൺസ് വന്നിട്ട്. ഒരു ആന്റിക് സെറി ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആണ് സാരിക്ക് വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം സാരി ഡീറ്റെയിൽ ആയിട്ട്. അതേ പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നമുക്ക് ഓണം മെറ്റാറായിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതല്ലാതെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ എല്ലാം കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കോസ്റ്റ് എഫക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഫുൾ അതേ ഹൊറിസോണൽ ലൈൻ പാറ്റേൺസ് ആണ് ഫുൾ ബോഡി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ ആ ലൈൻസ് വരുന്നത്. തീൻ സ്ട്രൈപ്പ് ഡിസൈൻസും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ ഡബിൾ ലൈൻ പാറ്റേണിലുള്ള ഒരു വീവിലാണ്, സെറി വീവിലാണ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് നല്ലൊരു പീകോക്ക് മോട്ടീവ്സിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്നത്. സാരി വരുന്നത് മാറ്റ് ഫീൽഡിലാണ് കേട്ടോ. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഗ്ലോസി ആയിട്ട് തോന്നുന്നത്. ഒരു ഷിമറിങ് തോന്നുന്നുണ്ട്. മാറ്റ് ഫീൽഡിലാണ് സാരി വരുന്നത്. സിമ്പിൾ പല്ലു. മുന്താണി വരുമ്പോഴും ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അതേ ആ ഒരു ലൈൻ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. എല്ലാ സാരീസും ഡിഫറെന്റ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് എല്ലാം സെയിം തന്നെ. ആ എക്സാക്ട് പേൾ ക്രീം തന്നെ സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ്, നല്ല ഫാബ്രിക്കാണ്, വളരെ സോഫ്റ്റ് സാരിയുടെ മെറ്റീരിയൽ. ഇതിനൊരു ഡിഫറെന്റ് ലുക്കിലാണ്. ഇത് ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ആ ഒരു സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോർഡർ ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് ലോവറിൽ ഒരു ലൈൻസിലാണ്, ബെൻഡെക്സ് ബോർഡറിന്റെ പാറ്റേണിലാണ് സാരിയുടെ ലോവർ ഏരിയ വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക കേട്ടോ. സാരിയുടെ മെറ്റീരിയൽ സോഫ്റ്റ്, നമ്മുടെ ഒരു ക്രേപ്പ് എല്ലാം ഉണ്ടല്ലോ, ക്രേപ്പ് സിൽക്കിന്റെ എല്ലാം സെമി ക്രേപ്പിന്റെ ആ ഒരു ഫാബ്രിക്കാണ് സാരി വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയുള്ള സാരിയുടെ മുന്താണി, റണ്ണിങ് ബ്ലൗസ്.